നമസ്കാരം. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവെ, 108ാമത് ജന്മവാർഷികമാണ് കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ ഇന്ന് ഇവിടെ ഈ ഒരു കണ്ണൂർ ജില്ലയിൽ ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ആഘോഷങ്ങളാണ്. എങ്ങനെയാണ് പിതാവ് ഈ ഒരു ആഘോഷങ്ങളെ കാണുന്നത്? വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ കൂടിവരവിനെ കാണുന്നത്. നമ്മുടെ സഭ ഒരു സമുദായം കൂടെയാണ്. നമ്മുടെ സമുദായം ഒരുപാട് നന്മകൾ സമൂഹത്തിന് ചെയ്തിട്ടുള്ളൊരു സമുദായമാണ്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും സാമൂഹിക വികസന മേഖലയിലാണെങ്കിലുമൊക്കെ നമ്മുടെ സാന്നിധ്യം വളരെയേറെ അർത്ഥവത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ സമൂഹം ഈ പുതിയ കാലഘട്ടത്തിൽ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. സാമുദായിക ശാക്തീകരണം എന്ന വാക്കുകൊണ്ട് തന്നെ നമ്മൾ അർത്ഥമാക്കുന്നത് സമൂഹത്തിലെ സമുദായത്തിൻ്റെ ശക്തി കുറഞ്ഞു വരികയാണ്. നമ്മൾ ആൾബലത്തിൽ വളരെ കുറഞ്ഞു. നമ്മുടെ ആളുകൾ മുഴുവൻ നാട് വിട്ടു പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ ജീവിച്ചിരുന്ന ഒരു പ്രധാന മാർഗം കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിലെ വന്യമൃഗങ്ങളുടെ ആക്രമണം, നമ്മുടെ വിളകൾക്ക് വിലയില്ലാത്തൊരു കാലാവസ്ഥ. കർഷകൻ ഈ നാടിനെ തീറ്റിപ്പോറ്റിയവനാണെങ്കിലും ഈ ലോകത്തിൽ എല്ലാവർക്കും പെൻഷനുണ്ട്, പക്ഷെ അവന് മാത്രം യാതൊരു സംരക്ഷണവും ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് സമുദായ ശാക്തീകരണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒന്നിച്ചു കൂടുമ്പോഴും നമ്മൾ ചെയ്ത നന്മകളെക്കുറിച്ച് അഹങ്കരിക്കുക എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ സമൂഹം നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിൽ നമുക്കെല്ലാവരുടെയും സഹായം വേണം, എല്ലാവരുടെയും ഒത്താശ വേണം. അതിനെ നമ്മളെ തന്നെ പ്രബുദ്ധരാക്കാനും നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഈ കൂടിവരവ് വളരെ കാര്യമായിട്ട് നമ്മൾ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ കൂടിവരവിൽ ഞാൻ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് നിലയ്ക്ക് സംബന്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് 1 ലക്ഷത്തോളം പേരാണ് ഇന്നത്തെ ഒരു മഹാറാലിയിൽ പങ്കെടുക്കുന്നത്. ഇത് സമുദായിക ഈ ഒരു ശാക്തീകരണ വർഷത്തിൽ ഒപ്പം ഈ ഒരു സമ്മേളനത്തിൽ തന്നെ കത്തോലിക്ക കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ നാളുകളായിട്ട് സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക വിഷയങ്ങൾ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് നിലവിൽ കേരളത്തിൽ. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു സമുദായത്തിൻ്റെ ശക്തി കൂട്ടുന്ന ഇത്തരത്തിൽ ഈ ഒരു സമ്മേളനം അത് പല മുന്നറിയിപ്പുകളും നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും വോട്ടവകാശം നമ്മുടെ പൗരാവകാശമാണ്. നമ്മൾ ദൈവരാജ്യത്തിലെ അംഗങ്ങളായിരിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാടിൽ നമ്മൾ അവിഭാജ്യ അംഗങ്ങളായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, വോട്ടവകാശം ഉപയോഗിക്കാതെ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. എല്ലാവരും വോട്ടവകാശം ഉപയോഗിക്കണം. ആ വോട്ടവകാശത്തിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു വികാരം, അത് ഇന്നൊരു കക്ഷിയോടുള്ള നമ്മുടെ അടുപ്പമോ ഒരു കക്ഷിയോടുള്ള എതിർപ്പൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ പൗരധർമ്മത്തിൽ ഈ നാടിൻ്റെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്കുള്ള കൂട്ടുപങ്കാളിത്തം, അത് ഉത്തരവാദിത്വപൂർണ്ണം നിർവഹിക്കാനായിട്ട് ഈ കൂടിവരവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഈ കൂടിവരവ് ഒരു ബോധവൽക്കരണത്തിൻ്റെ വലിയ സാധ്യതയായിട്ടൊക്കെ ഞാനിതിനെ കാണുന്നു. ഇതിൽ സഹകരിക്കുന്ന എല്ലാവരോടും ഒരുപാട് കടപ്പാടുണ്ട്. താങ്ക് യു പിതാവേ.